നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISL ഫെബ്രുവരി 14 തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ അതിൻ്റെ ഫിക്സ്ചർ ഒഫീഷ്യലി വന്നിട്ടില്ലല്ലോ. ടെൻറ്റേറ്റീവ് ഫിക്സർ വന്നിട്ടുണ്ട്, പക്ഷെ ഫൈനലൈസ്ഡ് ഫിക്സർ വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇത് മാറ്റുമോ, ഇനിയിപ്പോൾ കളി നീട്ടി വെക്കുമോ, എന്താണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചോദ്യം മാർക്കസ് മെർക്കുലാവോയോട് ഇന്ന് ചോദിക്കുകയുണ്ടായി. Is the current ISL schedule final or is it tentative and subject to changes എന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. ഇത് ടെൻറ്റേറ്റീവ് അല്ലേ, അതല്ലേ ഇത് ഫൈനലൈസ്ഡ് ആണോ, ഇനി ആ ദിവസം തന്നെ കളി നടക്കും? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കണം. അദ്ദേഹം പറയുന്നത് ചില ചാറ്ററുകൾ ഉണ്ടായിരുന്നു, ISL ക്ലബ്ബുകൾക്കിടയിൽ ചില സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലീഗിൻ്റെ കിക്ക് ഓഫ് ഒരാഴ്ചയ്ക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ, അതായത് ഒരാഴ്ച കൂടി അങ്ങോട്ടേക്ക് മാറ്റി നീട്ടിവെക്കാൻ ഒരു ചർച്ചകളൊക്കെ നടന്നിരുന്നു. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫിക്സേഴ്സ് ഷുഡ് റിമൈൻ അൺചേഞ്ച്ഡ്. ഫിക്സേഴ്സ് മാറ്റമില്ലാതെ തന്നെ പോകും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. സോ ക്ലബ്ബുകൾക്കിടയിൽ ചില ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കളി മാറ്റിവെക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ബട്ട് അത് ഉണ്ടാവില്ല. ഈ ഫിക്സർ തന്നെ, അതായത് ഫെബ്രുവരി 14 തന്നെ കളി തുടങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ മാർക്കസ് മെർക്കുലാവോ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയം ഏതാണ് എന്നുള്ളത് ഇതുവരെ ഫൈനലൈസ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. അത് നാളത്തോടു കൂടി കൊച്ചിയാണെന്ന് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇവിടെയൊക്കെ പല ക്ലബ്ബുകൾക്കും പല കാര്യങ്ങളും ഫൈനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. എന്തായാലും ഫിക്സറിൽ മാറ്റം ഉണ്ടാവില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.